ഹായ്. അപ്പൊ നമ്മൾ ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകള്, ഷിക്കാര ബോട്ടുകള് തുടങ്ങിയ ബോട്ടുകളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ കുറെ പാക്കേജുകൾ ഉണ്ട്, ഗവൺമെന്റിന്റെയും പ്രൈവറ്റും ഒക്കെ ഉണ്ട്. ഡേ പാക്കേജ് ഉണ്ട്. നമ്മളൊരു 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഒക്കെ വിസിറ്റ് ചെയ്യാവുന്നതുണ്ട്. പിന്നെ സാധാരണ KTDC പോലെ 20 രൂപ 30 രൂപ കൊടുത്താൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക്, മുഹമ്മ, പാതിരാമണല്, കോട്ടയം ഭാഗത്തേക്ക് അങ്ങനെയൊക്കെ ബോട്ടുകളുണ്ട്. ഫുൾ സൈഡിലെ ബോട്ടുകളാണ്. ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും എക്കണോമി ആയിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെ ബോട്ടുകളാട്ടാ. അതിൽ പെട്ടതാണ് ഈ കിടക്കണ വേഗ എന്ന് പറയുന്ന ഒരു AC ബോട്ട്. അതിൽ AC ഉണ്ട്, നോൺ AC ഉണ്ട്. AC-ക്ക് 600 രൂപ, നോൺ AC-ക്ക് 400 രൂപയാണ്. ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണം. ഞാനത് ചെയ്യാത്തതുകൊണ്ട് സാധാരണ ഒരു KTDCയുടെ ബോട്ടിൽ കയറി. ഇത് ഡബിൾ ഡെക്കർ ബോട്ടാണ്. ഇതിലാണെങ്കിൽ 60 രൂപയുള്ളത്. സി കുട്ടനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജാണ്. നമുക്ക് കുട്ടനാടൊക്കെ ഒന്ന് കാണാം. മുകളിലിരുന്ന് ഓപ്പൺ ഡെക്കിലിരുന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കുട്ടനാടിൻ്റെയും ഈ ആലപ്പുഴയുടെയൊക്കെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മുകളിൽ കയറി ഇരുന്ന് കാണുന്ന കാഴ്ചകളാണ് ഇനി കാണുന്നത്. ഓഫ് സീസൺ ആയിരുന്നിട്ട് കൂടിയും ഒരുപാട് ഹൗസ് ബോട്ടുകൾ വെള്ളത്തിൽ പോകുന്നുണ്ട് കേട്ടോ. പല ടൈപ്പ്, ചെറുതും വലുതുമായ 2ഉം 3ഉം നിലയൊക്കെയുള്ള 4ഉം 5ഉം മുറികളൊക്കെ ഉള്ള ഹൗസ് ബോട്ടുകൾ നമുക്ക് ഈ കായലിൽ കാണാം. അങ്ങനെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഏതാണ്ട് കുട്ടനാടൊക്കെ ഒന്ന് കണ്ടു. ഇനി നമുക്ക് ഭക്ഷണമാണ്. ഇവിടെ വന്ന കള്ള് ഷാപ്പിൽ നിന്ന് തന്നെ കഴിക്കണ്ടേ, അതല്ല എൻ്റെ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു കള്ള് ഷാപ്പിൽ കയറി. ഇതാ കാണുന്നു കള്ള് ഷാപ്പിലെ വിശേഷങ്ങൾ. അവിടെ ഫ്രഷ് മീനൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് പിടിച്ച് വറുത്ത് പൊരിച്ച് തരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. എല്ലാ തരം സെറ്റപ്പും ഉണ്ട്. വില ഇത്തിരി കൂടുതലാന്ന് മാത്രം. കള്ളും കപ്പയും ഞണ്ടും കക്കയും കല്ലുമ്മക്കായും പിന്നെന്താ വേണ്ടേ, എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മൾ മടങ്ങി ഓളപ്പരപ്പിൽ മഴവില്ല് തീർത്തുകൊണ്ട് നല്ല വേഗത്തിൽ നമ്മുടെ ബോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പോകുന്ന വഴിയിൽ നമുക്ക് കുറേ റിസോർട്ടുകളൊക്കെ കാണാൻ തന്നെ പറ്റുള്ളൂ. നല്ല കോസ്റ്റ്ലിയാണ്. പല തരത്തിൽപ്പെട്ട റിസോർട്ടുകൾ, ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ ഇനി കുമരകം വെച്ച് പിടിക്കുകയാണ്. കുമരകത്ത് പോയാൽ നമുക്കൊരു ഷിക്കാര ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഷിക്കാര ബോട്ടില് കുമരകത്തൊന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വഴിയോര കാഴ്ചകളും കണ്ട് നേരെ കുമരകം. അപ്പൊ ഇതാണ് ഒരു ഷിക്കാര ബോട്ടിന്റെ ഒരു ഉൾഭാഗം. ഒരു 15-20 പേർക്കൊക്കെ സുഖമായിട്ട് പോവാവുന്ന സ്പേസും ഒക്കെ ഉണ്ട് ഈ ഒരു ഷിക്കാരയിൽ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ കുമരകത്തെ ഷിക്കാര ബോട്ടിലൂടെ ഒരു ഉല്ലാസയാത്രയ്ക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ 3 സ്റ്റാർ 5 സ്റ്റാർ 7 സ്റ്റാർ റിസോർട്ടുകൾ. ഓൺലി ഫോർ ഫോറിനേഴ്സ്. നമുക്കൊന്നും താങ്ങില്ല കേട്ടാ. ഇടയ്ക്കൊന്ന് ഷിക്കാര നിർത്തി ചായ കുടിക്കാം, ഇളനീരും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇനി കുറച്ച് ഡാൻസ് ആയാലാ.
കുമരകം ബേർഡ്സ് സാങ്ച്വറി ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സിനെ നമുക്ക് യാത്രക്കിടയിൽ കാണാം. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്, അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട്, അങ്ങനെ ഈ നെൽപ്പാടങ്ങളെല്ലാം കണ്ട് ബോട്ടിങ്ങും എല്ലാം ആസ്വദിച്ച് നമ്മൾ യാത്രകൾ തുടരുകയാണ്.